ഈ ഇലക്ട്രിസിറ്റി ബോർഡിലെ ശിവന്റെ വീട് ഏതാ? ദാ ആ കാണുന്നതാ. താങ്ക് യു. അല്ല, ഇതെന്താ ഈ വഴിയൊക്കെ? നാട്ടുകാർക്ക് മുഴുവൻ ശിവേട്ടൻ ഇപ്പൊ വലിയ ഹീറോ അല്ലേ, വന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ഹീറോ റീത്തുമായിട്ട് വരേണ്ടി വന്നേനെ. അയാള് നെഞ്ചത്തൂടെ ജീപ്പ് ഓടിച്ച് കയറ്റാതിരുന്നത് കാരണവന്മാരുടെ പുണ്യം. വീട്ടിൽ നിന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. വന്നപ്പോഴേ അറിഞ്ഞു നാട്ടുകാർ മുഴുവൻ ശിവേട്ടന്റെ കൂടെയാണെന്ന്. അഭിവാദ്യങ്ങൾ അർപ്പിച്ചേക്കാമെന്ന് കരുതി ഇറങ്ങി. ഇരുന്നിട്ടും ആകാം. ചേട്ടന്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നില്ലേ ഇവിടെ? ഉണ്ടേ, ദേ അവിടെ അകത്ത് കിടപ്പുണ്ട്. രാത്രി മുഴുക്കെ അലർച്ചയും നിലവിളിയായിരുന്നു. നേരം വെളുത്തിട്ടാ ഒന്ന് കിടന്ന. അയ്യോ, എന്ത് പറ്റി? എന്തു പറ്റാൻ, അവന്റെ ഒടുക്കത്തെ ഒരു കവിത എടുത്തു. അത് ശരി. പിന്നെ എങ്ങനെയുണ്ട് ഇവിടുത്തെ താമസമൊക്കെ? ഇവന്റെ ഈ ഉപദ്രവം ഒഴിച്ചാൽ വേറെ ഒരു കുഴപ്പമില്ല. അതെ, ഈ അടുത്ത വീട്ടിലാരാ താമസം? നമ്മുടെ ബോർഡിൽ തന്നെ ഉണ്ടായിരുന്നതാ നാരായണൻ കുട്ടിയേട്ടൻ. പക്ഷെ അങ്ങേര് ഭാഗ്യവാനാ, പണ്ടേ ജോലി ഉപേക്ഷിച്ച് ഗൾഫിൽ പോയി. 18 വർഷത്തിന് ശേഷം ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ ആ കുട്ടി അദ്ദേഹത്തിന്റെ മകളായിരിക്കും അല്ലേ? ഏത് കുട്ടി? ഒരു സാരിയൊക്കെ കൊടുത്ത് നല്ല ഐശ്വര്യമുള്ള ഒരു കുട്ടി. അവിടെ അങ്ങനെ ഏതാണ് ഒരു കുട്ടി? ഞാനിപ്പോ വഴി ചോദിച്ച കുട്ടി. ഓ, അത് ലക്ഷ്മി. എന്ത് ചെയ്യുന്നു ആ കുട്ടി? പ്രീ ഡിഗ്രിക്ക് പഠിക്കുക, നമ്മുടെ പ്രേമന്റെ കോളേജിലെ. പ്രീ ഡിഗ്രിയോ? ഇത് അതിനേക്കാൾ പ്രായം തോന്നിയിരുന്നു. ഹേയ്, അങ്ങനെയൊന്നുമില്ല. പ്രേമം പറയുന്നത് അവരുടെ കോളേജിൽ ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടി ലക്ഷ്മിയാണെന്നാണ്. ഈ ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് മെച്യൂരിറ്റി കുറച്ച് കൂടും, അത് നല്ലതാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാറിപ്പോ കണ്ടത് ഇത്തിരി വെളുത്ത് മെലിഞ്ഞ് പൊക്കമുള്ള ഒരു പെൺകുട്ടിയല്ലേ? അതെ. ഓഹോ, അങ്ങനെ ഒരു കുട്ടി അവിടെ ഉണ്ടോ? അങ്ങനെ ഒരു കുട്ടി അവിടെ ഉണ്ട്. അതും എന്റെ കോളേജിൽ തന്നെ. പ്രീ ഡിഗ്രി അല്ല, ഡിഗ്രി. അതും നല്ല ബ്രില്യന്റ്. പേര് പാർവതി. കറക്റ്റ്. അതാ ഞാൻ പറഞ്ഞത് കുറെ കൂടി മെച്ചൂർഡ് ആണെന്ന്. അല്ല, എന്താ സാറേ കാര്യം? ഹേയ്, ഒന്നുമില്ല. കണ്ടപ്പോ അന്വേഷിച്ചെന്ന് മാത്രം. നല്ല കുട്ടി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. നമ്മുടെ കൂട്ടിൽ തന്നെ അല്ലേ അവര്? ഹായ്, ഇതാരാ? സുഭദ്രയോ? തേടിയ വള്ളി കാലി ചുറ്റുപോലെയായി. എന്താ തമ്പുരാട്ടി? ഹേയ്, ഒന്നുമില്ല. സുഭദ്രയുടെ കാര്യം വല്യ തിരുമേനി എപ്പോഴും പറയാറുണ്ട്. ഇത്രയും ധൈര്യമുള്ള ആണുങ്ങൾ പോലും ഈ നാട്ടിലില്ലാത്രേ. എന്ത് ധൈര്യം തമ്പുരാട്ടി? ആരും ഇല്ലാതാവുമ്പോ ധൈര്യമെല്ലാം താനേ വരും തമ്പുരാട്ടി. അത് ശരിയാ. വരിക, ഒന്നില്ലത്ത് കയറിട്ട് പോവാം. അയ്യോ, പിള്ളേർക്ക് ക്ലാസ്സിൽ പോകാനുള്ളതാ. പെട്ടെന്ന് പോകാന്നേ. വന്നോളൂ. വേണ്ട തമ്പുരാട്ടി, ഇനി ഒരിക്കലാവാം. സാരില്ലേ സുഭദ്രയെ, വന്നോളൂ. അല്ല, ഇതാര്? സുഭദ്രാമ്മ വഴിയൊക്കെ മറന്നു അല്ലേ? ഞാൻ കൈയോടെ കൂട്ടി പോന്നു. നന്നായി. അകത്തേക്ക് ചെല്ലൂന്നേ. വന്നോളൂ. അല്ല, കുറുപ്പ് സാറല്ലേ ഇത്? അപ്പോ നാരായണൻകുട്ടി എന്നെ മറന്നിട്ടില്ല. കൂടെ വർക്ക് ചെയ്തവർക്ക് ആർക്കെങ്കിലും സാറിനെ മറക്കാൻ പറ്റുമോ? ഇരുന്നാട്ടെ. ആരാ മനസ്സിലായില്ലല്ലോ? നമ്മുടെ പുതിയ ജയ പറഞ്ഞ നാരായണൻകുട്ടി അറിയും. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മാധവ മേനോൻ സാറിന്റെ മകനാ. ആ, അങ്ങനെ വരട്ടെ. അതാ മുഖം കണ്ടപ്പോഴേ എനിക്കൊരു പരിചയം തോന്നിയത്. ഞാൻ എന്തായി കേൾക്കണ തിരുമേനി? ഈ മനയുമായിട്ട് ഇല്ലിക്കൽ മനയുമായിട്ടൊരു ബന്ധമോ? ഇതൊക്കെ വിശ്വസിക്കാമോ തമ്പുരാട്ടി? ഇതിൽ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. ആലോചിച്ച് പറഞ്ഞാ മതി. ഞങ്ങള് നിർബന്ധിച്ചു എന്ന് കരുതണ്ട. ഒന്നും ആലോചിക്കാനില്ല. 100 വട്ട സമ്മതം. അല്ല, നാരായണൻകുട്ടിയോട് ആരോടും വേണ്ട. 18 വർഷം അവളെ വളർത്തിയത് ഞാനാ. ഞാൻ പറയുന്നു സമ്മതം. ഇതിലിപ്പോ സമ്മതം ചോദിക്കേണ്ട കാര്യം എന്താ? മാധവ മേനോൻ സാറിന്റെ കുടുംബവുമായിട്ടൊരു ബന്ധം പുണ്യമല്ലേ? പുണ്യം.
എന്നാ അങ്ങനെ തന്നെ. കുട്ടികൾ രണ്ടാളും കോളേജിൽ പോയി. സുഭദ്രയാണെങ്കിൽ അമ്പലത്തിലേക്ക്. ഇങ്ങനെ ഒരു നല്ല കാര്യത്തിൽ നിങ്ങൾ വന്നപ്പോ ഒരു ഗ്ലാസ് വെള്ളം പോലും. ഹേയ്, അത് സാരമില്ല. എന്നാലും അങ്ങനെയല്ലല്ലോ. അതിന് ഇനിയും വരാലോ, കാരണവന്മാരെയും കൂട്ടി കാര്യമായിട്ട്. അതെപ്പോഴാ വേണ്ടേ? ഒക്കെ നിങ്ങളുടെ സൗകര്യം. എന്തിനാ നീട്ടണേ? ഈ ഞായറാഴ്ച തന്നെ ആയിക്കോട്ടെ. എന്താ? അതെ. ബുദ്ധിമുട്ടാവില്ലല്ലോ? അയ്യോ, ഒന്നുമില്ല. എന്നാ അങ്ങനെ തന്നെ. ഓ, 100, 200, 300, 400. 400 പിന്നെ നോക്ക്. ആ കണക്ക് നിർത്തിയിട്ട് എല്ലാവരും മുട്ടായി കഴിക്കണം. ദാ ഒരു ഹാപ്പി ന്യൂസിന്റെ മുട്ടായിയാണ്. എന്തിനാ ഇത്? എത്ര വേണമെങ്കിലും കഴിക്കാം. കഴിച്ചോട്ടെ. എന്ത് പറ്റി? നിന്നെ അവിടുന്ന് പറഞ്ഞു വിട്ട? ആഹാ. നിന്നെ ആരെങ്കിലും പൊതുരെ തല്ലിയ? ഏയ് എന്നെയോ? പിന്നെ നിനക്ക് ഭ്രാന്ത് പിടിച്ചാ? പ്രാന്ത് പിടിച്ചാ മുട്ടായി വാങ്ങിച്ചു കൊടുക്കടാ മണ്ട. ഇതൊരു ഹാപ്പി ന്യൂസ്. കല്യാണം നിന്റെയാ? ഏയ് പാർവതിയുടെ. അവരുടെ കല്യാണം ഉറപ്പിച്ചു. അന്ന് പ്രേമം പറഞ്ഞതായിരുന്നു കറക്റ്റ്. ഞാൻ കണ്ടത് മൂത്തകുട്ടിയെ തന്നെയാ, പാർവതിയെ. ഞാനങ്ങ് ഫിക്സ് ചെയ്തു. ആ കുട്ടി സമ്മതിച്ചോ? അതുകൊള്ളാം. ഒരു ജൂനിയർ എഞ്ചിനീയറെ ഒരു കണ്ടീഷനും ഇല്ലാതെ കിട്ടിയാല് ഏതൊരു പെണ്ണാ സമ്മതിക്കാത്തത്? പിന്നെ ഈ ഞായറാഴ്ച നമുക്ക് അവിടെ മരുന്ന് പോണം. അച്ഛനൊക്കെ വരുന്നുണ്ട്. ശിവേട്ടൻ മസ്റ്റായിട്ട് വരണം. അമ്പലമാണ്, പിരിവാണ്, നോ എക്സ്ക്യൂസ്. ഞാൻ വേണ്ട. ഒരു കല്യാണമൊക്കെ ആവുമ്പോ ജോലിയും സ്റ്റാറ്റസും ഒക്കെയാണ് എല്ലാവരും നോക്കുന്നത്. ഒരു ലൈൻമാനെ കൂട്ടിക്കൊണ്ടുപോയി വെറുതെ ചീപ്പാവണ്ട. ഞാൻ പോട്ടെ. പാർവതിയുടെ കാര്യം നമുക്കങ്ങ് നടത്തല്ലേ? പിന്നെ അതിനിപ്പോ 2 വട്ടം ആലോചിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? അവളുടെ യോഗ അല്ലെങ്കിൽ ഇത്രയും വലിയ നിലയിന്ന് കേട്ടപ്പോ എനിക്കങ്ങ് വിശ്വസിക്കാനേ സാധിച്ചില്ല. എനിക്കും അതെ. പക്ഷെ ഞാനതൊന്നും പുറത്ത് കാണിച്ചില്ല. അവിടുത്തെ അടുക്കളയിൽ കയറാൻ പോലുള്ള യോഗ്യത നമുക്കില്ല. പിന്നെ വലിയ തറവാട്ടുകാരല്ലേ? അപ്പോ കല്യാണവും അതിനനുസരിച്ച് തന്നെ വേണം. പൊന്ന് നമുക്ക് തൃശ്ശൂര് പോയി എടുക്കാം. കുറച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കി വല്ലതും മതിയാവും. പൊന്നും പണവും ഒന്നും വേണ്ടെന്നാ വലിയ തിരുമേനി പറയുന്നത്. വലിയ തിരുമേനി അയക്കുന്നിരുന്ന കാര്യം. ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല ഇക്കാലത്ത്. അവര് ചോദിച്ചില്ലെങ്കിലും നമ്മൾ അറിഞ്ഞു കൊടുക്കണം. എഞ്ചിനീയറോ? നിങ്ങൾ ഇത് ആരുടെ കാര്യം പറയുന്നേ? നീ പിന്നെ ഇതാരുടെ കാര്യമാണെന്ന് വിചാരിച്ചത്? ഇല്ലിക്കലെ അനിയൻ തിരുമേനിയുടെ. കള്ളും കുടിച്ച് കണ്ടനവും തെണ്ടി കിടക്കുന്ന ആ കള്ള പട്ടിയെ കിട്ടിയുള്ളൂ നിനക്ക് എന്റെ മകളെ പിടിച്ചു കൊടുക്കാൻ. ശ്ശോ, അതൊക്കെ നാട്ടുകാരെ അസൂയുണ്ട് പറയുന്നതാ. എന്തായാലും അത് നടക്കില്ല. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു. എന്നോട് ചോദിക്കാതെ വാക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് എന്ത് കാര്യം? ഒരു എഞ്ചിനീയറെയും കൊണ്ട് വന്നിരിക്കുന്നു. അവരൊക്കെ 5 ജന്മം പണിയെടുത്ത ഇല്ലിക്കലിന്റെ പാതി ഉണ്ടാക്കാൻ പറ്റുമോ? കാശല്ല വരുന്നത്, അന്തസ്സ. ഞാൻ നടത്തും. അവർ ഈ ഞായറാഴ്ച പെണ്ണ് കാണാൻ വരികയും ചെയ്യും. എങ്കിൽ എനിക്ക് അതൊന്ന് കാണണം. കണ്ടോടി, ആരാ പറഞ്ഞത് വേണ്ടാന്ന്? അവിടെ അമ്മയുടെ ഒരു പാല്. മോളെ, ചേച്ചി തയ്യാറായി കഴിഞ്ഞില്ലേ? അയ്യോ, അവരിപ്പോ എത്തും. എന്താണ് ഇത്ര താമസിക്കുന്നത്? അയ്യോ, ഇതെന്തു പറ്റി? 10 മണിക്ക് എത്താന്ന് പറഞ്ഞ അന്തസ്സുള്ളവർ ഇതുവരെ എത്തിയില്ലേ? മണി 12 ആയല്ലോ. ദൂരെ നിന്ന് വരുന്നവരില്ല കൂട്ടത്തിൽ. വഴി വല്ല ബ്ലോക്കോ വണ്ടിക്ക് വല്ല റിപ്പയറോ സംഭവിച്ചു കാണും. ഏതായാലും അവരിപ്പോ എത്തും. അച്ഛാ, അവര് വരില്ല. മോളെ, നീ എന്തായി പറയുന്നേ? വരണ്ടെന്ന് അയാളോട് ഞാൻ തന്നെ പറഞ്ഞു. മോളെ, നീ അമ്മയുടെ മാനം രക്ഷിച്ചു. സന്തോഷായി മോളെ, സന്തോഷായി. ഇപ്പൊ മനസ്സിലായില്ലേ? എന്റെ ഇഷ്ടമാണ് അവരുടെ ഇഷ്ടം. അത്ര സ്നേഹിച്ചാ ഞാൻ അവരെ വളർത്തിയത്. ഒരു പീർ എഞ്ചിനീയറിംഗ് ചുമന്നുകൊണ്ട് വന്ന് ഈ സുഭദ്രയെ തോൽപ്പിക്കാമെന്ന് വെച്ചു. എന്റെ മക്കൾ പോലും അതിന് സമ്മതിക്കില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? നിനക്കറിയോ, എതിരെ ഇല്ലത്തുള്ളവർ വരുമ്പോ ഇടവഴിയിലേക്ക് മാറി നിന്നിട്ടേ ഉള്ളൂ ഈ അമ്മയൊക്കെ.
അങ്ങോട്ടാ നിലവിളക്കം കത്തിച്ചു വെച്ചിട്ട് നിന്നെ വിളിക്കണേ. ഭാഗ്യാണ് കുട്ടിയെ, ഭാഗ്യ. അത് മാത്രമല്ല, ഏട്ടൻ തിരുമേനിക്കാണെങ്കിൽ മക്കളുമില്ല. നിനക്ക് നിന്റെ കുട്ടികൾക്കുള്ളതാ അക്കണ്ട സ്വത്ത് മുഴുവൻ. ആ സ്വത്തൊന്നും എനിക്ക് വേണ്ട, അനിയൻ തിരുമേനിയും വേണ്ട. പിന്നെ ആ ലൈൻമാൻ ശിവൻകുട്ടിയെ വേണമായിരിക്കും. സമ്മതിക്കില്ല മോളെ, സമ്മതിക്കില്ല. ജീവനുണ്ടെങ്കിൽ ഈ അമ്മ സമ്മതിക്കില്ല. പിന്നെ നീ ചത്തുപോകുന്നത് വരെ അവൾ കാത്തിരിക്കണം. പറയടി, എന്താണ് അനിയൻ തിരുമേനിക്ക് ഒരു കുറവ്? അമ്മയ്ക്ക് ഒരു കുറവും തോന്നൂല. തിരുമേനിയായാൽ മാത്രം മതിയല്ലോ. തിരുമേനിക്ക് പായ വിരിക്കുന്നത് വലിയ പുണ്യമല്ലേ? പുണ്യം പുണ്യം തന്നെയാടി, എന്താ സംശയം? എങ്കിൽ ആ പുണ്യം അമ്മയ്ക്ക് മതി, എനിക്ക് വേണ്ട. അമ്മയ്ക്ക് വേണമായിരുന്നെങ്കിൽ പണ്ടേ ചുരുട്ടി വെച്ചൊരു പായുണ്ട് ഇവിടെ, അതെന്നെ വിരിച്ചു കൊടുക്കാമായിരുന്നു. ആ പഴയ പായ പിന്നെ അമ്മ തൊട്ടിട്ടേ ഇല്ലേ. പിന്നെ ഏതാണ് വേണ്ട ഈ അനിയത്തി? പാർവതി, നീ തന്നെ ഇത് ചോദിക്കണം. നിന്നെ സ്നേഹിച്ചതിനും വളർത്തിയതിനുള്ള പ്രതിഫലം. എന്ത് പറഞ്ഞാലും വളർത്തിയതിന്റെ കണക്ക്. മക്കളെ സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്യേണ്ടത് അമ്മമാരുടെ കടമയാ. അത് ശരിയാണ്, അമ്മമാരുടെ കടമയാണ്. പക്ഷേ പാർവതി, നീ എന്റെ മകളല്ല. ഞാൻ നിന്നെ പ്രസവിച്ചിട്ടില്ല. അമ്മേ. അതെ മോളെ, അതാ സത്യം. നാരായണക്കുട്ടിയേട്ടന്റെ വീടല്ലേ ഇത്? അതെ. മനസ്സിലായില്ല? നാരായണക്കുട്ടിയേട്ടനെ കാണാനാ. ഒന്ന് വിളിക്കൂ. വിളിക്കാം. ദേ, ആരോ കാണാൻ വന്നിരിക്കുന്നു. ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ ആര് പറഞ്ഞു? വേറെ എങ്ങോട്ട് പോവാനാ? അച്ഛൻ മരിച്ചു, അറിയാലോ. ഒരു നേരത്തെ ആഹാരമെങ്കിലും ഇതിന് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. അതിന് ഞാനെന്ത് വേണം? എന്താ, ഇതിന് സംശയമുണ്ടോ? എനിക്കെങ്ങും അറിയില്ല. എവിടുന്നോ കയറി വന്നിരിക്കുന്നു. വരില്ലായിരുന്നു. നിങ്ങൾക്ക് ഞാൻ ചേരില്ല. അതിനുള്ള സൗന്ദര്യം എനിക്കില്ല എന്നറിയാം. നിങ്ങളുടെ ഈ കുട്ടിയെ ഓർത്തിട്ട പറയും, ഞാൻ എന്ത് ചെയ്യണം? മനുഷ്യരെ ഉപദ്രവിക്കാതെ പോയി ചാവടേ. എന്താ പറഞ്ഞേ? കേട്ടില്ലേ? പോയി ചാവാൻ. വാ മോളെ.